الحمد لله الذي أنزل على عبده الكتاب أظهر الحق بالحق وأخزى الأحزاب وأتم نوره وجعل كيد الكافرين في تباب أرسل الرياح بشرا بين يدي رحمته وأجرى بفضله السحاب نحمده تبارك وتعالى على المسببات والأسباب ونعوذ بنور وجهه الكريم من المؤاخذة والعقاب ونسأله السلامة من العذاب وسوء الحساب وأشهد أن لا إله إلا الله العزيز الوهاب الملك فوق كل الملوك ورب الأرباب وأشهد أن سيدنا محمدا عبده ورسوله المستغفر التواب المعصوم صلى الله عليه وسلم في الشيبة والشباب اللهم صل وسلم وبارك عليه وعلى الآل والأصحاب أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا قوم ادخلوا الأرض المقدسة التي كتب الله لكم يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസികളെ റബ്ബുൽ ആലമീൻ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കീഴടങ്ങി അവന്റെ മോഹന വാഗ്ദാനമായ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോക മുസ്ലിങ്ങൾ എന്ന തീരാ വേദനയിൽ നൂറ്റാണ്ടുകളോളമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പേരിൽ, അതെ, ഫലസ്തീനിലെ അവരുടെ സഹോദരങ്ങളുടെ കണ്ണീരിലും കഷ്ടപ്പാടിലും ദിനേന കാണുന്ന കാഴ്ചകളിൽ മനം നൊന്ത് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഫലസ്തീനിൽ ജൂതന്മാർ നടത്തുന്ന മനുഷ്യവേട്ട, അതിനെതിരെ ആത്മാർത്ഥമായും ആത്മാർത്ഥതയില്ലാതെയും ലോകം പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം വേദനിക്കുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് ഫലസ്തീൻ ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക, സൈനിക, വ്യാവസായ ഉപരോധത്താൽ വീർപ്പുമുട്ടി നരകിക്കുന്ന ഫലസ്തീൻ ജനത, 80% ജനത കൊടും ദാരിദ്ര്യത്തിലാണിന്ന്. ഫാക്ടറികളും വ്യവസായശാലകളും ഒക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. 80% കൃഷി, ആ സമൂഹത്തിന്റെ ഉപജീവനത്തിന്റെ നട്ടെല്ല്, അതുപോലും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. 10,000-കണക്കിന് മനുഷ്യരുടെ ജോലി, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം എല്ലാം തകർന്നു അവതാളത്തിലായിരിക്കുന്നു. ലോകത്തിന്റെ ഒരു പ്രതിഷേധവും വകവയ്ക്കാതെ ആശുപത്രികൾ അടക്കം ഫലസ്തീനിലെ മണ്ണിലെ മുഴുവൻ സൈനിസത്തിന്റെ ആർമി ടാങ്കറുകളും ബുൾഡോസറുകളും ദിനേന തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ നീതി നിഷേധം എന്നാണ് അതിനെപ്പറ്റി പറയുക. കൊടും ക്രൂരത, അതിനപ്പുറത്തെ വാക്കുകൾ അത് നമ്മൾ തിരയേണ്ടി വരും. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പ്രതികരിക്കണം, മുസ്ലിങ്ങൾ ആണെങ്കിൽ അവർക്ക് ഇരട്ടി ബാധ്യതയില്ല എന്ന് പറയുമ്പോ നമ്മൾ ചിലരെങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടാകാം. ആ കാര്യം ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. എന്തുകൊണ്ട്? ആ നാടിനോടും മണ്ണിനോടും വിശ്വാസിയുടെ മനസ്സിൽ ഒരു ആത്മബന്ധമുണ്ട്. ഒന്നാമതായി, അത് വിശ്വാസികൾക്ക് അല്ലാഹ് നൽകുമെന്ന് പറഞ്ഞ ഭൂമിയാണ്, വാഗ്ദത്ത ഭൂമിയാണ്. യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസ അല്ലതി കതബല്ലാഹു ലക്കും. വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളെ,
അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച വിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുകയും വലാ തർത്തദ്ദു വലാ അദ്ബാരിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു ഓടരുത്, പിന്തിരിഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഫതൻഖലിബൂ ഖാസിരീൻ, നിങ്ങൾക്ക് നഷ്ടം പറ്റിയവരായി നിങ്ങൾ മാറും. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഉണർത്തുകയാണ്. സൂറത്തുൽ മാഇദയിലെ 21-ാമത്തെ ആയത്തിൽ. രണ്ടാമത്തെ കാരണം എന്താ? അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച മണ്ണാണത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. നാം അനുഗ്രഹം ചൊരിഞ്ഞ നാട് എന്ന് അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ നമ്മെ ആദ്യത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തി. അവിടെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ നടന്ന ആ കാര്യവും അല്ലാഹു ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നാലാമത്തത്, വിശ്വാസികളുടെ ആദ്യ കിബില നിലകൊള്ളുന്ന വിശുദ്ധ മണ്ണാണ് ഫലസ്തീൻ. അഞ്ചാമത്തത്, കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ച് തീർത്ഥാടനം അനുവദിക്കപ്പെട്ട, സിയാറത്ത് അനുവദിപ്പിക്കപ്പെട്ട 3 പള്ളികളിൽ ഒരു പള്ളി ഉള്ള നാടാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അല്ലേ, റസൂൽ പറഞ്ഞു, ലാ തുശദ്ദുൽ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചു പോകാൻ പാടില്ല, യാത്ര പോകാൻ പാടില്ല. അതിലൊന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദുൽ അഖ്സ. റസൂൽ പേരെടുത്തു പറഞ്ഞു. പ്രിയപ്പെട്ട, ഇവിടെ ഖുദ്സിന്റെ ചരിത്രം നമ്മൾ വളരെ കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുദ്സിന്റെ ചരിത്രത്തിന് 5000-ഓളം വർഷം പഴക്കമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലെ ഹാമുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന കൻആനികൾ 3-ാം നൂറ്റാണ്ടിൽ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഹിജറ വന്നവർ. ആ നഗരത്തിന് നൽകിയ പേരാണ് ഊർ സാലിം. പിന്നീട് അത് ജെറൂസലം എന്ന് മാറിയത്. ബൈത്തുൽ മുഖദ്ദസ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ആ പദത്തിന് അറബിയിൽ അർത്ഥം വിശുദ്ധ നഗരി എന്നാണ്. മാറി വന്ന ഭരണകൂടങ്ങൾ അതിന് വ്യത്യസ്ത പേരുകൾ നൽകി. മക്കയിലെ മസ്ജിദുൽ ഹറാം നിർമ്മിച്ച 40 വർഷത്തിന് ശേഷം പണിത അൽ അഖ്സയാണ് ഭൂമിയിലെ 2ാമത്തെ മസ്ജിദ് എന്ന് ചരിത്രം പറയുക. അല്ലേ, നിരവധി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മസ്ജിദുൽ അഖ്സ പള്ളി ആദ്യം പണിതത് ആദ്യത്തെ മനുഷ്യനും അബുൽ ബഷർ ആദം അലൈഹിസ്സലാമാണ്. പിന്നീട് പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു, ദാവൂദ് നബി അലൈഹിസ്സലാം വന്നു. അവരൊക്കെ അത് പുതുക്കി പണിതു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആണ് മസ്ജിദുൽ അഖ്സ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. പിന്നീട് BC 587 ബാബിലോണിയൻ രാജാവ് നെബൂഖദ്നസറിന്റെ ആക്രമണത്തിൽ അഖ്സ പള്ളി തകർന്നു. സ്വേച്ഛാധിപതിയായ രാജാവിന്റെ ആക്രമണത്തിൽ ആ പള്ളി തകരുക. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് അത് വീണ്ടും പുതുക്കി പണിതത്. അപ്പൊ ജൂതന്മാർ രംഗത്ത് വന്നു, ആ പുതുക്കി പണിത പള്ളി ഞങ്ങളുടെ പള്ളിയാണ് എന്ന് ജൂതന്മാർ വാദിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? 167 BC അതേ സ്ഥാനത്ത് പുതിയ രൂപത്തിൽ മസ്ജിദുൽ അഖ്സ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കി, ചരിത്രത്തിൽ റസൂലിന്റെ കാലശേഷം 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജറ 15 ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അൽ അഖ്സ മസ്ജിദ് യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ഉമവി ഖലീഫ അബ്ദുൽ മാലിക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി, അദ്ദേഹത്തിന്റെ മകൻ അൽ വലീദ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും അബ്ദുൽ മാലിക് അദ്ദേഹത്തിന്റെ പദ്ധതി അത് കമ്മീഷൻ ചെയ്തുവെന്നും മകൻ അൽ വലീദാണ് അത് പൂർത്തിയാക്കിയതെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ തർക്കമൊന്നുമില്ല. ഉമവി ഭരണകാലം കഴിഞ്ഞു, അബ്ബാസി ഭരണകാലം വന്നു. അത് കഴിഞ്ഞ് ഹിജറ 970 ഫാത്തിമി ഷിയാ ഭരണകൂടം നിലവിൽ വന്നു. പിന്നെ കുരിശുപടക്കാരുടെ, ക്രിസ്ത്യാനികളുടെ നിയന്ത്രണത്തിലായി ബൈത്തുൽ മുഖദ്ദസ്. ചുരുക്കി പറയും, 1099 ഒന്നാം കുരിശ് യുദ്ധം, ഫസ്റ്റ് ക്രൂസൈഡ്, ജെറൂസലം കുരിശുദ്ധക്കാർ പിടിച്ചെടുത്തു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അവർ ക്രിസ്ത്യാനികൾ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും കൊന്നു, ലക്ഷക്കണക്കിന്. കുരിശുദ്ധം 1, 2, 3, 4, 5, 6 നിരന്തര യുദ്ധങ്ങൾ നടന്നു മുസ്ലിങ്ങൾക്കെതിരെ. മുസ്ലിങ്ങളെ കൂട്ട കുരുതിക്ക് ഇരയാക്കിയ ചരിത്രം പറയുന്നത്. അതിനിടെയാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അയ്യൂബി രാജവംശത്തിൽ നിന്നാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി രംഗത്ത് വരുന്നത്. കുരിശുപടയുമായി ഘോരഘോരം സുൽത്താൻ യുദ്ധം ചെയ്തു. 1187 ഉപരോധത്തെ തുടർന്ന് സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ അയ്യൂബികൾ ജെറൂസലം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. പിന്നീട് 6ഓളം കുരിശ് യുദ്ധങ്ങൾ നടന്നെങ്കിലും കുറെ ജീവൻ നഷ്ടപ്പെട്ടതല്ലാതെ ജൂതന്മാർക്ക് ഒരു ചുക്കും ചെയ്യാൻ, ക്രിസ്ത്യാനികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല, ചരിത്രം പറയും. ഇനി ഓട്ടോമൻ തുർക്കികളുടെ കാലഘട്ടം, അവിടെ മുതലാണ് ഫലസ്തീനിൽ ചരിത്രം നമ്മൾ പഠിക്കണം. ഓട്ടോമൻ തുർക്കികൾ അധികാരമേറ്റ് 1800 മുതൽ
ഏകദേശം 300 വർഷം ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക രാജ്യം അവർ ഭരിച്ചു ഒട്ടോമൻ തുർക്കി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ആധുനിക കണക്ക് പ്രകാരം 1967 ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കും വരെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. മുസ്ലിങ്ങൾക്ക് സ്വന്തമായിരുന്ന ആ ബൈത്തുൽ മുഖദ്ദസ് പിന്നെ എങ്ങനെ ജൂതന്മാരുടെ കയ്യിലായി? അതാണ് നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഫലസ്തീനിലേക്ക് ജൂതന്മാർ കൂടിയ തോതിൽ കുടിയേറ്റം തുടങ്ങിയത്. ജൂതരുടെ കടന്നുവരവോടെ ഫലസ്തീനിലെ പ്രശ്നങ്ങൾ വളരെ പ്രയാസമാക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം തുർക്കി തകർന്നതോടെ ജൂതന്മാർ ഫലസ്തീനിലേക്ക് കുടിയേറാൻ തുടങ്ങി. എങ്ങനെ ഫലസ്തീൻ മണ്ണിൽ, മുസ്ലിങ്ങളുടെ മണ്ണിൽ ജൂതന്മാർ കുടിയേറിയ ചരിത്രം നമ്മൾ പഠിക്കണം. ലോകരാഷ്ട്രങ്ങൾ ജൂതരാഷ്ട്ര രൂപീകരണത്തിനുള്ള സമ്മതം കൂടിയേറി വന്നപ്പോ ഫലസ്തീനിൽ ജനസാന്ദ്രത കൊണ്ട് ആളുകൾ താമസിക്കാൻ പറ്റാതെയായപ്പോ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞു സ്വന്തമായി ഒരു ജൂതരാഷ്ട്രം വേണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടപ്പോ 1917 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ജെയിംസ് അദ്ദേഹം ഒരു ജൂതരാഷ്ട്രം നൽകിയെന്ന അറബി രാജ്യം വേണമെന്ന മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചില്ല. എന്നിട്ട് ബ്രിട്ടൻ എന്തെങ്കിലും ഫലസ്തീനെ ഡിവൈഡ് ചെയ്തു. കിഴക്കുള്ള പ്രദേശത്തെ ട്രാൻസ് ജോർദാൻ എന്നും പടിഞ്ഞാറുള്ള പ്രദേശത്തെ ജൂതരാഷ്ട്രം ഇസ്രയേൽ എന്നും പേരിട്ടു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നേതൃത്വം ഈ നാടിന്റെ വിശ്വാസത്തിൽ നിലനിർത്താനും സംരക്ഷിക്കാനും എക്കാലവും പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഇത്രയും പറഞ്ഞ് നമ്മൾ ഗതകാല ചരിത്രമാണ്. ഇന്നത്തെ ചരിത്രം. ആ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്നവർ യഹൂദന്മാർ ഫലസ്തീൻ മണ്ണിനോടൊപ്പം മുസ്ലിം വിശ്വാസ അടിത്തറ തകർക്കലും അവർ ഏതു കാലത്തും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, എന്തുകൊണ്ട് നമ്മുടെ ശത്രുക്കളായ യൂതന്മാരെ നമ്മൾ കാണണം? ഒന്നാമത്തത്, നമ്മുടെ റസൂലിനോട് അവർക്ക് അങ്ങേയറ്റം വെറുപ്പാണ്, ദേഷ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ, ക്രിസ്ത്യാനികളും ജൂതന്മാരും നബിയെ താങ്കൾ അംഗീകരിക്കുകയില്ല, അവർ താങ്കളെ ഇഷ്ടപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ കൾച്ചർ താങ്കൾ ഫോളോ ചെയ്യണം. അതാണ് അവരുടെ താല്പര്യം. ജൂതന്മാരെ പോലെ മുഹമ്മദെ, അവരുടെ മാതൃക താങ്കൾ പിന്തുടർന്നാൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കാം എന്നാണ് അവരുടെ വാദം. രണ്ടാമത്തത്, വിശ്വാസികളെ ഒന്നടങ്കം അല്ലാഹു പറഞ്ഞു, മുസ്ലിങ്ങളെ നിങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അൽ-ബഖറ 217 ഖുർആനോട് പറയുന്നുണ്ട്, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിന്നും നിങ്ങൾ പുറത്തു ചാടുന്നത് വരെ അവർ നിങ്ങളോട് പോരാടിക്കൊണ്ടേയിരിക്കും. ഇനിസ്തതാഉ, അവർക്ക് സാധിക്കുമെങ്കിൽ. വിശുദ്ധ ഖുർആനോട് ഗൗരവമായി പറയും. മൂന്നാമത്തെ കാര്യം, ജൂതന്മാർക്ക് എക്കാലത്തും വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ കൈവരുന്നെങ്കിൽ അവർക്ക് വല്ലാത്ത അസൂയ അംഗീകരിക്കാനേ കഴിയും. മുസ്ലിങ്ങളോട് അങ്ങേയറ്റം പകയും അസൂയയും മനസ്സിൽ കൊണ്ടു നടക്കണമെന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനോട് പറയുന്നുണ്ട്, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈർ. കാഫിറുകൾ, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും ഇഷ്ടമേ അല്ല നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ഇറക്കി തരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് ബഖറയിൽ 105-ാമത്തെ ആയത്ത് അല്ലേ. നാലാമത്തെ കാര്യം, വിശ്വാസികളോട് അങ്ങേയറ്റം ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവർ. വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നുണ്ട്, ലോകത്തെ ജനങ്ങളിൽ വിശ്വാസികളോട് അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന ആളുകളാണ് ജൂതന്മാർ. വല്ലദീന അശ്റകൂ, പിന്നെ മുശ്രിക്കുകൾ. അഞ്ചാമത്തത്, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകൾ, അവരാണവർ. സൂറത്ത് മാഇദയിലെ 60-ാമത്തെ ആയത്തിലെ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മഥൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹു അല്ലാഹു വഗദിബ അലൈഹി, അല്ലാഹു ശപിച്ചു, അല്ലാഹുവിന്റെ കോപം കിട്ടി. ആറാമത്തെ കാര്യം, ഒരു വിശ്വാസി എന്നും ഫാത്തിഹയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്ന വിഭാഗം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഫാത്തിഹയിൽ വിശ്വാസി 17 തവണ ആവർത്തിച്ച് അല്ലാഹ് നിന്റെ കോപത്തിന് വിധേയരായ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് യഹൂദികൾ അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായത്? ഒന്നാമത്തെ കാരണം, അവരുടെ അനുസരണക്കേടിന്റെ, ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ നിലപാടുകൾ. ഏറ്റവും ഉത്തമനായ ഒരു പ്രവാചകൻ ഉണ്ടായിട്ട് കൂടെ ഉണ്ടായിട്ടും അവരുടെ സ്വഭാവം പറഞ്ഞു വിശുദ്ധ ഖുർആൻ. അവർ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ പാതയിലേക്ക് ക്ഷണിക്കാൻ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടും ശിർക്ക് ചെയ്ത വിഭാഗമല്ലേ അവർ, അല്ലേ? പശുക്കുട്ടിയെ കിട്ടിയപ്പോൾ അതിനെ അവർ ആരാധിച്ചു. ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിട്ടും
രണ്ടാമത്തെ കാര്യം നന്ദികേടും അനുസരണക്കേടും ഇവരുടെ ഹാബിറ്റാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്ന ആളുകളാണ്. അവിടെ വീണ്ടും പറയുന്നു അള്ളാഹുവിനെ പരിഹസിച്ചവരാണ്. അള്ളാഹിന്റെ കൈ ഭയങ്കര പിശുക്കാണ്, അവൻ വേണ്ടപ്പെട്ടവർക്കൊന്നും വേണ്ടത് കൊടുക്കൂല. ദൂതന്മാർ പറഞ്ഞ വാക്കാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് അവിടെ, അല്ലേ? പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയ ആളുകളാണ്. അഞ്ചാമത്തത് അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയ ആളുകളാണ്. അതിന് പോരാഞ്ഞ ആറാമത്തത് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹ്ക്ക് പുറമെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയവരാണ്. അല്ലേ? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 64-ാമത്തെ ആയത്തിൽ ഭൂമിയിൽ സകലത്ര കുഴപ്പങ്ങൾ അന്നും ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദൂതന്മാർക്ക് സ്വതന്ത്രമായി ആരാധിക്കാൻ, അവരുടെ ആലയങ്ങൾ വെച്ച് ആരാധിക്കാനുള്ള സ്വതന്ത്രമായ അവകാശം അല്ലാഹു റസൂൽ ചെയ്തു വിശാല നയം കൊണ്ട്. പക്ഷേ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവിടുന്ന് അവർക്ക് മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ചതിയന്മാരാണ് ഇവിടെ പറയുന്നത്. ഇവരുടെ കയ്യിലാണ് ഇന്ന് ഖുദ്സ്. അത് മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? ആ ഭൂമിയിൽ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് സംസാരിച്ചത്. സുലൈമാനും ദാവൂദ് അലൈഹിസ്സലാം ആ ഭൂമിയിൽ വെച്ചാണ് അല്ലാഹുവോട് തൗബ ചെയ്തത്. സക്കരിയ നബിക്ക് യഹ്യ എന്ന പ്രവാചകൻ ഉണ്ടാകുന്നു എന്ന് അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത ലഭിച്ചത് ആ ഭൂമിയിൽ വെച്ചാണ്. പക്ഷികളെയും പർവ്വതങ്ങളെയും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ നിയന്ത്രണ വിധേയമാക്കി കൊടുത്തത് ആ ഭൂമിയിൽ വെച്ചാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്ഹാഖിനോട് ഞാൻ മരിച്ചാൽ ഈ മണ്ണിൽ കബറടക്കണമെന്ന് വസിക്കുന്ന മണ്ണാണത്. അവിടെയാണ് ഈസാ അലൈഹിസ്സലാം ജനിച്ചത്. അവിടെ വെച്ചാണ് തൊട്ടിൽ അദ്ദേഹം സംസാരിച്ചത്. ആകാശത്തു നിന്ന് ഭക്ഷണത്തളിക ഇറങ്ങിയതും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും ഒക്കെയും അവിടെയാണ്. എങ്ങനെ നമ്മൾ ആലോചിക്കണം. പറഞ്ഞല്ലോ എങ്ങനെയാണ് മോചിപ്പിക്കുക. ഒന്നാമതായി ജൂതന്മാർ പേടിക്കൊണ്ടവരാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നത്തെ അവരുടെ യുദ്ധരീതി വെച്ച് നോക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ വാക്കുമായി കണക്ട് നോക്കി. അവർ നിങ്ങളോട് പോരാടുകയില്ല, ഫൈറ്റ് ചെയ്യുകയില്ല. സുരക്ഷിതമായ കോട്ടകളുടെ ഉള്ളിൽ നിന്നല്ലാതെ. ഇന്ന് നോക്ക്, ഫലസ്തീനിലേക്ക് ജീവിപ്പായുന്ന ആ മിസൈലുകൾ കണ്ട് അവർക്ക് പേടിയില്ല. ഇത് നേരത്തെ കൂട്ടി തിരിച്ചടി നേരിട്ട് ബംഗറുകളിൽ പോയി ഒഴുക്കിയാണ്. കറക്റ്റല്ലേ പറഞ്ഞത്? എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. പേടിയാണ് അവർ. നേർക്കുനേരെ മുസ്ലിങ്ങളുമായി നട്ടലോടെ ഏറ്റുമുട്ടാൻ ദൂതന്മാർക്ക് ഒരു കാലത്തും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കതാണ്, ഒന്നുകിൽ കോട്ടകൾക്കുള്ളിൽ വെച്ചല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, അല്ലെങ്കിൽ മതിലിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മറ വേണം. കാണുമ്പോൾ അവർ ഒറ്റക്കെട്ടാണെന്ന് തോന്നും. അവർക്കിടയിൽ തന്നെ വല്ലാത്ത കുഴപ്പമുണ്ട്. നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒറ്റക്കെട്ടാണെന്ന്. അവരുടെ മനസ്സുകൾ തമ്മിൽ ഐക്യമില്ല. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയില്ലാത്തൊരു കൗമാണ് അവർ. സൂറത്തുൽ 14-ാമത്തെ ആയത്തിൽ. മാത്രമല്ല ദുനിയാവിനോട് അങ്ങേറ്റം ആർത്തിയുള്ള ഒരു ജനതയാണ് ജൂതന്മാർ. വിശുദ്ധ ഖുർആൻ വെറുതെ പറയരുത്. ജീവിതത്തോട് ഇത്ര ആർത്തിയുള്ളൊരു ജനവിഭാഗം ലോകത്തിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരും, അല്ലേ? അവര് 1000 കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ ചിന്തിക്കുന്ന ആളുകളാണ്. യൂതന്മാരുടെ സ്വഭാവത്തെ പറ്റി പറയാ. അതുകൊണ്ട് മരണത്തോട് പേടിയാണ്. വിശുദ്ധ ഖുർആൻ പറയും. നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? നമ്മൾ ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യോഗ്യതയുള്ള മുസ്ലിങ്ങൾ നമ്മൾ ആയി മാറണം. അപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പലസ്തീന്റെ ജനതയുടെ കഷ്ടപ്പാടിന്റെ പരിശോധന. പക്ഷെ അവരൊക്കെയും റബ്ബിൽ തവക്കുൽ ചെയ്തു. ലോകത്ത് ഒരു രാഷ്ട്രത്തിലും ഇല്ലാത്ത, രാജ്യങ്ങളിലും ഇല്ലാത്ത ആളുകളുടെ മനഃശക്തി തവക്കുൽ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹം. പീഡനങ്ങൾ ഏത് ദിവസം ഏത് നേരവും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന വിശുദ്ധ ഖുർആന്റെ അതിന്റെ ആ പ്രഖ്യാപനവും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ്.
റബ്ബിനോടല്ലാതെ അവർ തേടിയിരുന്നില്ല. മനസ്സിലാക്കണം, അവർക്ക് വേണ്ടി ഇവിടെ ശബ്ദം ഉയർത്തുന്ന ആളുകൾ അവരുടെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ആലോചിച്ച് നോക്കി. ജൂതനെ എതിർക്കുക, ജൂതന്റെ സംസ്കാരം വാരിപ്പുണരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതന്നല്ലേ ശിർക്ക്, ഖബർ ആരാധന എല്ലാം എന്താണോ അവർ ചെയ്യുന്നത് അത് തന്നെ കോപ്പി അടിച്ച് അതേപോലെ ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പൗരോഹിത്യം, അന്ധമായ തഖ്ലീദ് അവർ ചെയ്തു. അവരുടെ പണ്ഡിതന്മാരെ അന്ധമായി തഖ്ലീദ് ചെയ്തു. അവർക്കൊരു തെറ്റും പറ്റില്ല, ദൈവത്തിന്റെ ആളുകളാണ്, സ്വന്തം ആളുകളാണെന്ന് അവർ പറഞ്ഞു. അവർ മാത്രമല്ല പറഞ്ഞത് നരകത്തിൽ ക്രിസ്ത്യാനികൾ കടക്കൂല, ക്രിസ്ത്യാനികൾ ജൂതന്മാർ ഞങ്ങൾ കടക്കൂല, അവരും. അള്ളാഹ് ചോദിക്കാൻ ഇവർക്ക് അള്ളാന്റെ അടുത്ത ആളുകളാണോ? അത് അവരുടെ വ്യാമോഹം മാത്രമാണ്, പാഴ്ക്കിനാവ് മാത്രമാണ്, നടക്കൂല. അള്ളാഹ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ഒരു സ്വർഗത്തിലാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെ അതേപടി ഫോളോ ചെയ്യുകയും അങ്ങനെ തന്നെ വിശ്വാസവും ആചാരങ്ങളും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ഇതിൽ നിന്ന് എന്ത് പാഠം കിട്ടാനാണ്? ഇവർക്ക് എന്ത് പഠിക്കാനാണുള്ളത്? മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ നസ്ർ ഉണ്ടായിട്ടുണ്ട്, സഹായം ഉണ്ടായിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നവർക്കല്ല, തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ്. അന്നോളം ഇന്നോളമുള്ള പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ അനുയായികളുടെ ചരിത്രവും ഒക്കെയും നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു ചരിത്രം അല്ലേ? ജന്മദിനാഘോഷങ്ങൾ അതുപോലെ പകർത്തണം. ഇപ്പൊ എന്താ പ്രശ്നം? ക്രിസ്ത്യാനികൾ അവർ ഈസാ നബിയുടെ പേരിൽ ആഘോഷം നടത്തുന്നത് തെറ്റൊന്നുമല്ലാത്രേ, പ്രവാചകരാണെന്ന നിലയിൽ ആകാമെന്നാണ് അവർ പറയുന്നത്. അവിടത്തേക്ക് എത്തി ഈ മരത്തിലെ പുരോഹിതന്മാർ, അവിടത്തേക്ക് എത്തി. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാം. എന്താ, ഈസാ നബി നബിയാണെന്ന് നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എങ്ങനെ റസൂൽ പറഞ്ഞതുപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അങ്ങനെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. വളരെ ഗൗരവമായി നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ പഠിക്കും. മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആ പ്രവാചകനെ മാത്രം അവർ വിശ്വസിക്കുകയും അതാണ് ഏറ്റവും വലിയ വർഗീയത. ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്താ? ഈസാ വരെയുള്ള പ്രവാചകന്മാരൊക്കെ അംഗീകരിക്കുകയും ശേഷം വരുന്ന റസൂലിനെ തള്ളിക്കളയുകയും. രണ്ടും വർഗീയ കോമലങ്ങളാണ്. അവരാണ് ഇസ്ലാമിനെതിരെ ഉറഞ്ഞുള്ളത്. ഇസ്ലാം വർഗീയമാരില്ല. ഒരു പ്രവാചകന്മാരെയും വിശ്വാസികൾ വേർതിരിവ് കാണിക്കുന്നില്ല. അത് ഖുർആൻ പറയുന്നു. ചില പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠതയുണ്ട്, അത് അംഗീകരിക്കണം. എന്നാൽ അവർ ചിലർ മോശക്കാരാണ്, ചിലരില്ല എന്നോ ചിലർ പ്രവാചകന്മാരല്ലെന്നോ ഒരു വിശ്വാസിയും ഇങ്ങനെ കരുതുന്നില്ല. അങ്ങനെ ഒരാളെ തള്ളിയാൽ ഇസ്ലാമിൽ നിന്നുണ്ട്. വർഗീയതയില്ലാത്ത തികച്ചും സമാധാനപരമായ പ്രവർത്തനങ്ങളും വിശ്വാസവുമായാണ് വിശ്വാസികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കഠിനമായ പരീക്ഷണങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു സമൂഹത്തെ എന്നൊന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതൊരു ഘട്ടത്തിലും പതറാതെ ഈമാനോട് കൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫലസ്തീനിലെ ജൂതന്മാരുടെ അധിനിവേശം ഇന്നും ഇന്നലെ തുടങ്ങിയത് നൂറ്റാണ്ടുകൾ പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമൂഹം നിരന്തരം വേട്ടയാടി നാടുകളിലേക്ക് അവർ അഭയാർത്ഥികളായി നീങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു നമുക്ക് നൽകിയ ഈ നാട്ടിൽ, പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഫലസ്തീന്റെ ജനതയുടെ കഷ്ടപ്പാടോർത്ത് കണ്ണീര് നമ്മൾ അണിയുന്നതിന് ഉപരിയായി അല്ലാഹു നമുക്കിവിടെ നമ്മൾ പിറന്നു വീണ നാട് സ്വസ്ഥമായി ഇസ്ലാമിന്റെ ആചാരങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ വാർത്തെടുക്കാനും ജീവിക്കാനും ആകുന്ന നിഅമത്തിൽ നമ്മൾ അത്ര കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗൗരവമായി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആ ജനതയുടെ തീരാ ദുഃഖം എന്ന് തീരും നിങ്ങൾ ആലോചിച്ചു നോക്കും അല്ലേ? അവരെ ഒരിക്കലും തളർത്തൂല. കാരണം അല്ലാഹുവാണ് റബ്ബ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. റസൂലിന്റെ വാക്കുകൾ അവർക്ക് ധൈര്യം നൽകുന്നു. അബൂ ഉമാമ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം എന്നും സത്യത്തിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും. ലിഅദുവ്വിഹിം ഖാഹിരീൻ. ശത്രുക്കളെ അവർ കീഴടക്കും.
ലയദുർറുഹും മൻ ഖാലഫഹും, അവരെ എതിർക്കുന്നവർക്ക് ചുക്കം ചെയ്യാൻ സാധിക്കില്ല. ഹത്താ യഅതിയഹും അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന അവരിലേക്ക് വന്നെത്തുന്നത് വരെ. റസൂലിനോട് ചോദിച്ചു സഹാബത്ത്, വഅൈനഹും യാ റസൂലല്ലാഹ്, അവരെവിടെയാണ്? റസൂലിന്റെ മറുപടി, ബൈത്തുൽ മുഖദ്ദസ് വഖ്നാ ഫി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലുള്ളവരും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരുമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ് അല്ലേ. അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖദൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ബനൂ ഇസ്രായീൽ നാം നിശ്ചയിച്ചിട്ടുണ്ട് എന്താ, ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, ഭൂമിയിൽ 2 പ്രാവശ്യം നിങ്ങൾ അതിഭീകരമായ കുഴപ്പങ്ങൾ നിങ്ങളുണ്ടാകും. ഖുർആന്റെ മുന്നറിയിപ്പാണ്. ആരെപ്പറ്റി? ജൂതന്മാരെ പറ്റി. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ വലിയ അക്രമം കാണിച്ച് നിങ്ങൾ അഹങ്കരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിൽ 4-ാമത്തെ ആയത്തിൽ. ഫൈദാ ജാഅ വഅദു ഉലാഹുമാ ബഅത്നാ അലൈക്കും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രണ്ടാമത്തെ ശിക്ഷ അല്ലാഹു കാത്തിരിപ്പുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ബഅത്നാ അലൈക്കും ഇബാദൻ ലനാ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറച്ച് ആളുകളെ നാം ദാസന്മാരെ അയക്കും. ഉലീ ബഅസിൻ, കരുത്തുറ്റ എന്തിനും പോകുന്ന കുറെ ആളുകളെ നാം അയക്കും. ഫജാസു ഖിലാല ദിയാരി, അവർ നിങ്ങളുടെ വീടിന്റെ ഇടയിൽ ജൂതന്മാരെ നിങ്ങൾ അന്വേഷിച്ചു നടക്കും. വിശുദ്ധ ഖുർആൻ പറയും തീർച്ചയായും അത് നടപ്പിലാക്കപ്പെടുന്ന ഒരു വാഗ്ദാനമാണ്. സൂറത്തുൽ ഇസ്രായിൽ 5-ാമത്തെ ആയത്ത്. നമുക്ക് ആയതിനാൽ വിശ്വാസികൾ നിർബന്ധമായി വിശ്വസിക്കണം. വിശ്വസിക്കുന്നു ജൂതന്മാർക്ക് മേൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന്. അവർക്ക് യൂറോപ്പിന്റെയും അമേരിക്കയുടെ ലോകരാജ്യങ്ങളുടെയും മുഴുവൻ പിന്തുണയുണ്ടായാലും സപ്പോർട്ട് ഉണ്ടായാലും, കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പുലർന്നല്ലേ മതിയാവും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച്, അവർ എവിടെ വന്നാലും ഒരു നിന്ദയും സമൂഹത്തിൽ അവർക്ക് നിന്ദയും പരിഹാസവും അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തന്നെ പറയും. അതെ, നിന്ദ ജൂതന്മാർക്ക് വരാതെ നീക്കുന്നുണ്ട്, അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ഫലസ്തീന്റെ മണ്ണിൽ നിന്നും അവർ പുറത്താക്കപ്പെടും. അവർ ആരുമായി കൂട്ടിച്ചേർന്നാലും ശരി, ഏത് മുസ്ലിം രാഷ്ട്രങ്ങളുമായി കൂട്ടിച്ചേർന്നാലും ശരി, എല്ലാ കരാറുകളെയും റദ്ദാക്കിക്കൊണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇപ്പോഴുള്ള ഈ ഒരു സൗകര്യത്തിൽ ജൂതന്മാരെ നിങ്ങൾ ഞെളിയണ്ട. അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു സമയം വരും, ലാ തഖൂമു സ്സാഅതു ഹത്താ തുഖാതിലു യഹൂദ്, ജൂതന്മാരോട് പൊരുതുന്നത് വരെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ പോരാടും മുസ്ലിങ്ങളെ. ഹത്താ യഖ്തദിൽ യഹൂദി വറഅൽ ഹജർ, കല്ലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന മുസ്ലിം അത് കാണില്ല. കല്ലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ആ യഹൂദിയെ നോക്കിയിട്ട് ആ കല്ല് പറയും, യാ മുസ്ലിം തആൽ ഹാദാ യഹൂദി, ദാ യഹൂദി എന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. യഖ്തബി വറാഇ, എന്റെ പിന്നിലുണ്ട്. തആൽ ഫഖ്തുൽഹു, അവനെ നീ കൊല്ല് എന്ന് പറയുന്ന ഒരു കാലം വരും. റസൂൽ പറഞ്ഞു, ഇല്ലൽ ഇദ്ഖർ പുല്ലടി, ഒരു പ്രത്യേകമായ ചെടിയാണ് എന്ന് മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ നിലപാട് ഫലസ്തീനികളാണ്, മുസ്ലിങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക എന്ന് നമ്മുടെ ബാധ്യത. ഈ അക്രമി രാഷ്ട്രവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അവരുടെ അംബാസഡർമാരെ രാജ്യത്ത് നീക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ അവർ ചെയ്യുന്ന തെറ്റിനെ, അതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തണം. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തം പ്രശ്നമാണ്. പരിപാവനമായ മസ്ജിദുൽ അഖ്സയുടെ പ്രശ്നമാണ്. ഈ ഭൂമി നമ്മുടെ റസൂൽ ഇസ്രായേൽ പോയ മണ്ണാണ്, വാഗ്ദത്ത ഭൂമിയാണ്. അത് വീണ്ടെടുത്തേ പറ്റൂ. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. നമുക്കതിന് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമതായി ദുആ, ആത്മാർത്ഥമായ ദുആ ചെയ്യും. ദുആ കൊണ്ട് അള്ളാഹുവിന്റെ വിധി പോലും, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹ് മാറ്റിയേക്കാവുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദുആയിൽ ഫലസ്തീനിലുള്ള പാവങ്ങളായ സഹോദരങ്ങളെ നമ്മൾ മറക്കാതിരിക്കുക. അവരുടെ അഭിമാനവും സ്ത്രീകളും കുട്ടികളും ജീവനും സ്വത്തും മണ്ണും സുരക്ഷിതമാക്കാൻ അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചകൾ കരളിരിക്കുന്നില്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആർത്തനാദങ്ങൾ. നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ ഓർക്കണം. സുഭിക്ഷമായി നമ്മളോടൊപ്പം നമ്മുടെ തീന്മേശയും മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി മാതാവും പിതാവും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ച കണ്ടാൽ ഏത് ഹൃദയമാണ് അറിയാത്തത്? ഏത് കണ്ണുകളാണ് പ്രിയപ്പെട്ടവരെ അറിയാത്തത്?
അതുകൊണ്ട് ദുആ ചെയ്യണം, ദുആ ചെയ്യണം. കൃത്യമായി ഈ കാര്യത്തിന്റെ നിസ്തുതി ആളുകളിലേക്ക് എത്തിക്കണം. ദുആ കൊണ്ടും മറ്റും സഹായിക്കാൻ ആവശ്യപ്പെടണം. സാധിക്കുന്ന രീതിയിൽ ധനം കൊണ്ട് അവരെ സഹായിക്കുക എന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ബാധ്യതയാണ്. എന്നല്ലെങ്കിൽ നാളെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരില്ല, നമുക്ക് ഒരു ഉറപ്പുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ എല്ലായിടത്തിലും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ജനത നേരിടുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ധിക്കാരികളായ ജൂതന്മാരെ നീ നിലയ്ക്ക് നിർത്തണേ അല്ലാഹ്, അവരെ നീ പിടിച്ചു കെട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ മക്കൾക്ക് നീ ആശ്വാസം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വേണ്ടത്ര ഭക്ഷണം നീ നൽകണേ അല്ലാഹ്. അവർക്ക് കാരുണ്യവും വായുവും എല്ലാം അല്ലാഹ് നൽകണേ അല്ലാഹ്. അവർക്ക് ഈമാൻ നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. അതോടൊപ്പം മുസ്ലിം ലോകത്തെ എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹു നീ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന റബ്ബേ, اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.